ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ ഒരു വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റ് മാനേജ്മെന്റും കാറ്ററിംഗ് എല്ലാം ആണ്. അപ്പോൾ അച്ഛൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് അറൌണ്ട് ലൈക്ക് 25 to 30 years ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു വർക്ക് പോലും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനിപ്പോൾ ഇത്രയും വർഷമായി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ലൈക്ക് എത്രത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതിൽ കുറേ ആൾക്കാരുടെ റെസ്പോൺസസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നമുക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പലതവണ. പക്ഷെ ഇതുവരെ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല ഒന്നും. പക്ഷെ അച്ഛൻ്റെ ഫുഡ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡ്, സെർവ് ചെയ്യുന്ന ഫുഡൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇവന്റ് ആയിട്ട് വരാനോ അങ്ങനെയുള്ളൊരു ഇത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ അച്ഛന്റെ പിന്നാലെ പോന്നിരിക്കുകയാണ്. എനിക്ക് ഒരു വർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പം പെരിന്തൽമണ്ണ ഷിഫ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിലാണ് വർക്ക്. വലിയ വർക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു 1000 പേരുടെ വർക്കേ ഉള്ളൂ. അപ്പം അതൊരു മുസ്ലിം പാർട്ടിയാണ്. ഈവനിങ് ആണ്. ഇപ്പൊ ടൈം ഒരു 4 ഒക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണിക്കാം കേട്ടോ ഞാനെല്ലാം. അപ്പോൾ ഇപ്പം ഞാൻ കാറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താണ് ഷിഫ ഓഡിറ്റോറിയം. നല്ലൊരു സീനറി ഒക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാൻ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാനപ്പോൾ എന്തായാലും ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാനിനി അകത്തേക്ക് പോയിട്ട് അവിടെ ഏതൊക്കെയാണെന്നൊക്കെ തിരക്ക് വരുന്നതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഷൂട്ട് ചെയ്തിട്ട് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പുറത്തൊരു ടീ കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ചായയും കോഫിയെല്ലാം മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും വൈകുന്നേരം ആയല്ലോ. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു കോഫിയാണ് പറഞ്ഞത്. നല്ലൊരു കോഫി തന്നു കേട്ടോ. അതെല്ലാം അവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് സ്റ്റാള്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ വർക്കാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ കുറവായിരിക്കും. കാരണം അച്ഛൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് ചെറിയൊരു വർക്കായത് കാരണമാണ് നമ്മൾ ഇത്രയും സിമ്പിളാക്കിയിട്ട് ചെയ്തത്. ഇത് ജസ്റ്റ് 3 സലാഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് മൊത്തം നമുക്ക് കാണാം കേട്ടോ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സലാഡ്. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ കാറ്ററിങ്ങിൻ്റെ പേര് രസതന്ത്ര എന്നാണ് കേട്ടോ. ഉണ്ണീസ് രസതന്ത്ര എന്നാണ് പറയണത്. അപ്പം ഇതാണ് നമ്മളുടെ ഫുഡ് സ്റ്റാൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഓരോ കറിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ. വായിൽ വെള്ളം വരുന്ന കാണുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അച്ഛൻ്റെ ഈ രസതന്ത്ര എന്ന് പറയുന്നതിൽ പയ്യോളി ചിക്കൻ ഫ്രൈ. പിന്നെ ഇത് നമ്മളുടെ അവിലപ്പാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പൊറോട്ട ഭയങ്കര ചൂടായിട്ട് അവരിങ്ങനെ മറിച്ചിട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതെടുത്തു. പിന്നെ നോക്കിയപ്പോൾ പയ്യോളി ഫ്രൈ അടുത്തത് അവർ കോരിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സലാഡ് 2-3 സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പോൾ അതും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ചേട്ടൻ പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നൂൽ പൊറോട്ടയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അതേപോലെ ഈ പൊറോട്ട ഇങ്ങനെ അടിക്കുന്ന കാണാനൊക്കെ നല്ല രസമാണല്ലോ. അപ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ കവർ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ രസതന്ത്രയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അതും സ്പെഷ്യൽ ലഗൂൺ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല ഗൈസ്, ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. അച്ഛൻ്റെ ആയതുകൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളിയായിരുന്നു. സോ ലൈക്ക് ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടില്ല അത് പൊട്ടിക്കണമെന്ന് വിചാരിച്ച് പൊട്ടിക്കുന്നത് കാണുമെന്ന് വിചാരിച്ച് കുറേ നേരം നിന്ന്, പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഫുഡെല്ലാം ഹാളിലേക്ക് കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം പയ്യോളി ചിക്കൻ ഫ്രൈ, പിന്നെ കറികൾ, മറ്റേ മട്ടൺ മപ്പാസും, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നൂൽ പൊറോട്ടയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ എനിക്ക് അപ്പോൾ ഒന്നും കഴിച്ചു നോക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണി കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിലപ്പം, എനിക്ക് അവിലപ്പൊക്കെ കഴിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാം ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. പക്ഷേ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെജിറ്റേറിയൻ കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ ലൈക്ക് നമ്മളുടെ പനീർ മസാല അല്ലേ,
അതുണ്ടായിരുന്നു. പിന്നെ ഒരു വെജ് കുറുമ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കുറുമ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ഡിഷസേ ഉള്ളൂ, പക്ഷേ ഉള്ളതെല്ലാം അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ ഒരു ഓവറോൾ വ്യൂ ഒരു ഫുഡ് കഴിക്കുന്ന ഹാളിൻ്റെ. ഇതാണ് മെയിൻ സാധനം, നമ്മുടെ ഇളനീർ പായസം, നമ്മുടെ ചിൽഡ് ഇളനീർ പായസം കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ഇളനീർ പായസം. അത്രയും ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ മുന്നേ അവിടെ 2-3 പിള്ളേരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അച്ഛൻ ചിക്കൻ എടുത്ത് കൊടുക്കുകയായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ എനിക്ക് കൊതി കാരണം ഞാൻ ഇളനീർ പായസം ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു, അത് ചിൽഡ് ഇളനീർ പായസം. എൻ്റെ അമ്മേ, അതൊന്നും പറയാനില്ല, നോ വേർഡ്സ് ടു സേ. അങ്ങനെയായിരുന്നു, അത്രയും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെയൊക്കെ കണ്ടൻസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക്, സപ്പോർട്ട്. താങ്ക് യു.